ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരത്തെ മുൻപ് ചെയ്തിട്ടുള്ള രണ്ട് ഹോ ഓപ്പണോ എന്നുള്ള ആ ഒരു പ്രെയറിനെ സംബന്ധിച്ച അതിനോട് നമുക്ക് നേരിട്ടിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു റിലേഷൻഷിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഹോ ഓപ്പണോ പ്രെയർ നമുക്ക് ഓരോരുത്തർക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഏറ്റവും നമ്മളോട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിനെ നമ്മൾ ഓർക്കുക. എന്നിട്ട് ആ വ്യക്തിനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പ്രെയർ നമ്മളൊരു 11 പ്രാവശ്യം നമ്മൾ ചാൻറ്റ് ചെയ്ത് നോക്കുക. ഈ 11 പ്രാവശ്യം ചാൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വിചാരിച്ച വ്യക്തി എങ്ങനെയാണോ പ്രത്യക്ഷപ്പെടുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ മനസ്സ് ഇപ്പം ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്കൊരു ഡിഫറൻസ് ഉള്ള വ്യക്തിയെന്ന്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ആ ആളെ കുറിച്ചിട്ട് എന്ത് ചെയ്തത്, ഈ ഒരു ഹോ ഓപ്പണോ പ്രെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾ കമൻ്റ് ഇടണം. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കാൻ പോണത് എൻ്റെ ഒരു മോനെ തന്നെ ഞാൻ വിചാരിക്കാം. അപ്പോൾ അവനായിട്ട് എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ആരോടും നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു തത്വം. നമുക്ക് ഇവിടെ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു മരത്തിനെ തന്നെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. മരം ഒരിക്കലും പറയില്ല എൻ്റെ ഈ ഒരു തണൽ ഇത്രയും ആൾക്കാർക്ക് ഇത്ര ആൾക്കാർക്കാണ് എൻ്റെ തണൽ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരാണ് എൻ്റെ പഴം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധനയൊന്നും മരത്തിനില്ല. ആരാണോ ആ മരത്തിൻ്റെ ചുവട്ടിലൂടെ പോകുന്നത് അവർക്ക് ആ തണൽ അനുഭവിക്കാനും അതുപോലെ അത് ബെയർ ചെയ്യണ എല്ലാ ഫ്രൂട്ട്സും കഴിക്കാനും അവിടെ വരുന്നവർക്ക് അത് സുഭിക്ഷമായിട്ട് കൊടുക്കും. ഇത് നമുക്ക് വലിയ വലിയ പാഠങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. നമ്മളാരും അത്ര ഗൗനിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയണതാണ്, എല്ലാവർക്കും അറിയണതാണ് ഇങ്ങനെയാണ് പ്രകൃതിയുടെ കാര്യം എന്നുള്ളത്. പക്ഷേ നമ്മളതിനെപ്പറ്റി ഗഹനമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുകയൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ആരോടും ഒരു ഡിഫറൻസ് പാടില്ല മനസ്സിൽ എന്നുള്ളതാണ്. നമ്മൾ പറയും എനിക്കിപ്പോൾ ആരോടൊരു വിരോധമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കൊരാളും ശത്രുക്കളില്ല, അങ്ങനെയൊക്കെ നമ്മൾ വീരവാദമൊക്കെ നമ്മൾ പറയും അല്ലേ. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അങ്ങനെയാണോ ജീവിക്കാറ് എന്നുള്ളത് നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യണം. എന്നിട്ട് നമ്മളോട് തന്നെ പറയണം ഒരാളോടും ഒരു ഡിഫറൻസ് പാടില്ല. അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ജീവിതശൈലി. നമ്മുടെ പൂർവികരൊക്കെ കുറേ പേര് അങ്ങനെയായിരുന്നു. നമുക്ക് നിസ്വാർത്ഥമായി അവർ സേവനം ചെയ്യാനും അതുപോലെ ജീവിക്കാനൊക്കെ പഠിപ്പിച്ച് തന്ന പിതാമഹന്മാരാണ് ശരിക്കും നമ്മളുള്ളത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ചുരുങ്ങി നമ്മൾ സ്വാർത്ഥരായി. പിന്നെ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ. ഒരച്ഛനും അമ്മയും അതിലുള്ള ഒരു മോനോ 2 മക്കളോ ഒക്കെ അടങ്ങിയ ഒരു ചെറിയ ഫാമിലിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് കുറേ പേരോട് നമുക്ക് റിലേഷൻസ് കീപ്പ് ചെയ്യണം. നമ്മളൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ പേഴ്സണൽ ലൈഫ് എല്ലാത്തിനും ഒരു ബാലൻസിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് വേണം, നല്ലൊരു റിലേഷൻ എല്ലാവരോടും കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ തന്നെ നമ്മളുടെ തന്നെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്താണെങ്കിലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ ഞാനൊരാളെയും വിചാരിക്കണില്ല, പ്രത്യേകിച്ച് ഞാനൊരാളെയും വിചാരിക്കണില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരാളെ എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പറയാം.
അപ്പോൾ ഇത് നിങ്ങളും എൻ്റെ ഒപ്പം ഒരു 11 പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ ആരാണോ നിങ്ങൾക്ക് തോന്നിയത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്ന ആളെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ ആ ആളോട് നമുക്കൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിക്കുമ്പോൾ നമുക്കതിൽ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ റിലേഷൻ നന്നാക്കാൻ വേണ്ടി ഈ ഒരു ഓപ്പൺ പ്രെയർ ആ ആളെ വിചാരിച്ചിട്ട് 108 പ്രാവശ്യമാണ് നമ്മളിത് ചാൻറ്റ് ചെയ്യേണ്ടത്. ഐദർ നമുക്കത് രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പും നമുക്ക് ചെയ്യാവുന്നതാണ്. ചിലവരത് എഴുതും, ചിലവർ എഴുതാറുണ്ട്. സ്ക്രിപ്റ്റിങ്ങും നല്ലതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ആളോട് നമ്മളൊരു എന്താ പറയുക സോറി പറയുകയാണ്. നമ്മളും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളുടെ ഈ ഒരു ലൈഫ് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന ആൾക്കാരാണ് നമ്മളുടെ ബന്ധുക്കൾ, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലുള്ള ആൾക്കാർ, ഇതങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയല്ല, നമ്മൾ ജനിച്ച് മരിച്ച് ആ ഒരു ജനന മരണ ചക്രത്തിൽ പെട്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അവസ്ഥയിൽ മറ്റുള്ള ആൾക്കാരായിട്ട് നമുക്ക് എന്തെങ്കിലും സംബന്ധം, ഒരു കർമ്മ ബന്ധം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ചിലവരെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, ചില ആൾക്കാരെ നമുക്ക് തീരെ അത് ഡൈജസ്റ്റ് ആവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഒരാളായിട്ട് നമുക്കുണ്ടായിട്ട് നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ ആ ജീവിതം അവസാനിച്ച് വീണ്ടും നമ്മൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ അതേ ആൾ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ മകനായിട്ടോ മകളായിട്ടോ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, നമുക്ക് നമ്മുടെ പാസ്റ്റ് ലൈഫ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ആളോട് അന്നത്തെ ആ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്ക് എന്തുണ്ടാവും, ഈ ആളോട് ഈ ജന്മത്തിലും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അവിടെ തന്നെയാണ് നമ്മുടെ വിജയം. അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു മനുഷ്യജന്മം തന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളല്ലാത്ത നമ്മുടെ തന്നെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ആ ആളോട് എനിക്കൊരു യാതൊരു തരത്തിലുള്ള ഒരു എന്താണ് പറയുക വൈരാഗ്യമോ അല്ലെങ്കിൽ ഒന്നും എൻ്റെ മനസ്സിൽ വേണ്ട എന്ന് വിചാരിച്ച് ആ ആളെ മുൻനിർത്തി ഒരു 11 പ്രാവശ്യം ഞാൻ പറയണുള്ളൂ. 11 പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് അതൊരു പ്രെയർ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇപ്പം ഞാൻ പറയണത് ഒരു ഫ്രണ്ടിനെ ഞാൻ ഫ്രണ്ട് എന്നാണ് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അതേ വ്യക്തി അവരുടെ പേരോ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവരെ മനസ്സിലായി. ഡിയർ, ഞാൻ പറയാൻ പോകുന്നത് ഫ്രണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളത് എൻ്റെ ഒപ്പം ചെയ്യുക. ഓക്കെ? അപ്പോൾ ഡിയർ ഫ്രണ്ട്, ഐ എം സോറി, പ്ലീസ് forgive me, താങ്ക് യു, ഐ ലവ് യു. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. Dear friend, I'm sorry. Please forgive me. Thank you. I love you. അപ്പോൾ നമ്മളുടെ 11 പ്രാവശ്യം ആ പ്രെയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ആളെ ഒന്നും കൂടി ആലോചിച്ച് നോക്കൂ.
ഞാൻ സത്യം പറയാണ്, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വീണ്ടും അവരെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ആ ആളോട് സോറി ചോദിക്കുകയാണ്, നമ്മളോട് ക്ഷമിച്ചതിന് താങ്ക് യു പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. നമ്മളുടെ ആ ഒരു നെഗറ്റീവ് എനർജീസ് നമ്മളുടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മളുടെ എനർജീനെ പോസിറ്റീവാക്കി വയ്ക്കാനും ഉയർത്താനും സാധിക്കുന്ന ഒരു പ്രെയർ കൂടിയാണിത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു ബുദ്ധിമുട്ട്, നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓപ്പണോ പ്രെയർ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു 108 പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പറയണം, ഒരാഴ്ച നിങ്ങൾ പറയണ്ട, ആ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നല്ല വ്യത്യാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമുക്കെല്ലാവർക്കും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കാനുമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. ഇത് നമ്മളുടെ തന്നെ പേഴ്സണൽ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു മോശമായിട്ട് കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ, നമുക്ക് പല പല കാര്യങ്ങളുണ്ടല്ലേ, എന്തിൽ വേണമെങ്കിലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളും നമ്മളോട് ഒരു റിലേഷനിലാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഒരു പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പണം എന്ന് പറയുന്നതും ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ല ഹൈ എനർജിയിലിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളിലേക്ക് പണം വരിക. അതുപോലെ നമുക്ക് നമ്മളുടെ ആവശ്യമുള്ള നമുക്ക് വേണ്ടുന്ന സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുക, ഇതൊക്കെ നമുക്കാവുള്ളൂ. നമ്മളുടെ എനർജി വളരെ ലോ ആണ്, നമ്മൾ വളരെ എന്താ പറയുക, മൂഡിയായിട്ടും പിന്നെ അതുപോലെ കുറേ നെഗറ്റീവ് ഇമോഷൻസും ഫീലിങ്സൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നത് എന്ന് വെച്ചാൽ, നല്ല എനർജിക്ക് വരാനുള്ള സ്ഥലം നമ്മൾ തന്നെ കൊടുക്കാതിരിക്കലാണ്. അപ്പോൾ ഇതിലൂടെ നമ്മളാണ് നമ്മുടെ ചിന്തകളെ ഉയർത്തുന്നത്. നമ്മുടെ ചിന്ത ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ അട്രാക്റ്റ് ചെയ്യാമെന്നറിയോ? ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് എന്താവും? ബ്യൂട്ടിഫുൾ ആവും. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എപ്പോഴും സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.